കിച്ചൺ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തോട്ട് വന്നപ്പം ഏട്ടനെ കാണാനില്ല. തപ്പിത്തേടി വന്നപ്പോൾ ദാ ഇവിടെ നിന്ന് കുരുമുളകൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുരുമുളകും ഇരുമ്പപ്പുളിയൊക്കെ നല്ല കായ്ച്ച് കിടപ്പുണ്ട്. അപ്പോൾ ഏട്ടൻ കുരുമുളക് ഓരോന്നായിട്ടൊക്കെ പറിച്ചെടുത്തു. ഇരുമ്പപ്പുളി ഞാനിപ്പോൾ പറിപ്പിച്ചില്ല, കാരണം നമ്മൾ പറിച്ചു വെച്ചാലും ഇപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് വെറുതെ അവിടെ ഇരുന്ന് അവിഞ്ഞ് പോവുള്ളൂ. അപ്പോൾ പിന്നെ അച്ചാറിടാൻ പാകത്തിന് എടുക്കാൻ പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഏട്ടൻ കുരുമുളകെല്ലാം എനിക്ക് പറിച്ചെടുത്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ ഉണക്കിയെടുക്കണം. ഇത് കണ്ടോ, ഇരുമ്പപ്പുളി നമുക്ക് ഏകദേശം എല്ലാം ആയി കിടപ്പുണ്ട്. ഇനി അത് പറിച്ച് അച്ചാറിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ. ഇന്നിവിടെ രാവിലെ തൊട്ട് പറമ്പൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ചേട്ടനെ പണിക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഉച്ചവരെ അതിൻ്റെ ഒരു തിരക്കിലായിരുന്നു. കാരണം ആദ്യം നമ്മൾ ചേട്ടന് ഊണ് കൊടുക്കണം എന്നാട്ടോ വിചാരിച്ചിരുന്നത്. സാധാരണ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഊണ് കൊടുക്കാറുണ്ട്. അപ്പം അതുകൊണ്ട് ചോദിച്ചിട്ടുമില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിതെല്ലാം റെഡിയാക്കി സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഉച്ചയ്ക്ക് ചേട്ടന് വീട് വരെ പോകേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് വീട്ടിൽ നിന്നാണ് ഊണ് കഴിക്കുന്നതിന്. പിന്നെന്ത് ചെയ്യാനോ, പിന്നെ ഞാനും പിള്ളേരേട്ടനും കൂടി അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ ചായ ഉണ്ടാക്കുകയാണ്. ഏട്ടനും ഇളയ സന്താനവും കൂടി സ്നാക്സ് വാങ്ങിക്കാനായിട്ട് പോയിട്ടോ. അപ്പോൾ എനിക്ക് ആളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ എന്തെങ്കിലും കഴിക്കാനൊക്കെ വാങ്ങണ്ടേ. അതുകൊണ്ട് ഏട്ടൻ വേഗം പോയിട്ട് ഇത്തിരി പഴംപൊരിയും സമൂസയൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഞാൻ ആ സമയം കൊണ്ട് വേഗം ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊന്നൂസ് അവിടെ പിണങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഏട്ടൻ സ്നാക്സ് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ 1 മീറ്ററോളാണ് വാങ്ങിയിട്ട് വന്നത്. അതുകൊണ്ട് ആൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ. അച്ചൂട്ടിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവനെ ഞാൻ സമൂസ കൊടുത്ത് സമാധാനിപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം അപ്പോൾ ഉള്ള പാത്രങ്ങളും കഴുകിയെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ മെല്ലെ എനിക്കും പറമ്പിലേക്ക് ഇറങ്ങണം, മിറ്റടിക്കണം കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയപ്പം പറമ്പിലെ പണിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. കുറേ നാളായിട്ട് നമ്മൾ വീട്ടിലാരും താമസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടനായാലും പുറത്തായതുകൊണ്ട് ഞാൻ വീട്ടിലായിരുന്നു. പിന്നെ ഇവിടെ ഏട്ടൻ്റെ അച്ഛനും അമ്മയും ആയാലും ഇല്ല കേട്ടോ, 2 ആളും മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇങ്ങോട്ട് വരാറില്ല. പിന്നുള്ളത് ഏട്ടൻ്റെ അനിയനും വൈഫുമാണ്. അവരും ഇവിടെ അധികം നിൽക്കുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ അവർക്ക് കുഞ്ഞു ആവയൊക്കെ ഉണ്ടായിട്ട് പുള്ളിക്കാരുടെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഏട്ടൻ വന്ന സമയത്താണ് ഞാനിപ്പം തിരിച്ചിവിടെ എത്തിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമ്മൾ വീടെല്ലാം നല്ല ക്ലീനാക്കി എടുത്തു. വീടെല്ലാം ക്ലീനാക്കി വന്നപ്പോൾ തന്നെ ഞാൻ പകുതി ടയർഡായി എന്ന് തന്നെ പറയാം. കാരണം അത് കഴിഞ്ഞപ്പോൾ തന്നെ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ സീനായിരുന്നു കേട്ടോ. കൊറോണ വന്നതിൽ പിന്നെ പൊടി വഴിയേ അടിച്ചാൽ മതി, അപ്പം തന്നെ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങും. അപ്പോൾ അതെല്ലാം ഒതുങ്ങി വന്നപ്പോഴേക്കും എന്നാൽ പറമ്പിലെ പണി നമ്മളെക്കൊണ്ട് കൂടിയാൽ കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാളെ നിർത്തി ചെയ്യിപ്പിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചവറെല്ലാം ഇറക്കി ആകെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തു. കുറേ വാഴയൊക്കെ ഉണങ്ങി നിൽപ്പുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞു. അങ്ങനെ ചുറ്റിനും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം തൂത്തുവാരി ചുറ്റും തൂത്തുവാരി ചവറെല്ലാം കത്തിച്ച് കളഞ്ഞു. ഇപ്പം മനസ്സിനൊരു സംതൃപ്തി ഉണ്ട് കേട്ടോ. കാരണം ചുറ്റുപാടും എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ ബാക്കിലൊരു കുഞ്ഞു വീടുണ്ട് കേട്ടോ, അതാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ കാണാം.